നമസ്കാരം. ഫണ്ട് തിരിമറിയുടെ പേരിൽ CPM അച്ചടക്ക നടപടിയെടുത്തതിൽ കലിമൂത്ത് പാലക്കാട്ട് CPMലെ ഏകാധിപതി PK ശശി തന്റെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കും. രാജി ഉടൻ ഉണ്ടാവുമെന്നാണ് വിവരം. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും നീക്കം ചെയ്യാൻ CPM തീരുമാനിച്ചിരുന്നു. ഇതിൽ ശശിക്ക് കടുത്ത അമർഷമുണ്ട്. ഈ സാഹചര്യത്തിൽ KTDC ചെയർമാൻ കസേര തൂക്കിയെടുത്ത് പിണറായിക്ക് നേരെ PK ശശി എറിയുകയാണ്. നടപടികളിൽ തനിക്കുള്ള അമർഷം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് പാർട്ടി ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ KTDC ചെയർമാൻ സ്ഥാനം ശശി ഒഴിയുന്നത്. പാർട്ടി നടപടിയിൽ അപ്പീൽ നൽകാൻ ശശി നീക്കം തുടങ്ങിയിരിക്കെ ശശിക്കെതിരെ യാതൊരു നടപടികളും എടുത്തിട്ടില്ലെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ CPM ശശിയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ശശിക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയ ശശി മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിലും കൈയിട്ടുവാരി. ഇത് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി അംഗമായ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. അതേസമയം വിഭാഗീയതയെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ നേരത്തെ തരം താഴ്ത്തിയിരുന്നതാണ്. PK ശശിയുടെ കാര്യത്തിൽ തീരെ ഗതികേടാണ് CPM നടപടി എടുക്കുന്നത്. മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി ധനസമാഹരണവും പണദുർവിനിയോഗവും നടത്തിയെന്ന പരാതിയിലാണ് നടപടി. CITU ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ ശശിക്ക് എല്ലാ പദവികളും ഇതോടെ നഷ്ടമാവും. ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തും. നിലവിൽ KTDC ചെയർമാനാണ്. ശശിക്കെതിരെ നിരവധി പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയത്. PK ശശിക്കെതിരെയുള്ള പരാതികൾ കൂന പോലെ ആയതോടെയാണ് മുതിർന്ന നേതാവിനെതിരെ പാർട്ടി നടപടി ഉണ്ടാവുന്നത്. പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി ധനസമാഹരണം നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കുമ്പോൾ CPM നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കിൽ നിന്ന് 5.49 കോടി രൂപ ശശി ഓഹരിയായി സമാഹരിച്ച് ദുർവിനിയോഗം ചെയ്തെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും 6 മാസം ശശിയെ സസ്പെൻഡ് ചെയ്തിരുന്നതാണ്. പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഈ ഏകാധിപതി പുഷ്പം പോലെ മടങ്ങിയെത്തി. മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ K മൻസൂർ ആണ് മാസങ്ങൾക്ക് മുൻപ് രേഖകൾ സഹിതം ശശിക്കെതിരെ പരാതി നൽകുന്നത്. ശശി നടത്തിയ ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ തുടങ്ങിയവയുടെ തെളിവുകൾ അടക്കമായിരുന്നു പരാതി. വിഷയം വിവാദമായതോടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി പാർട്ടി അറിയാതെ ധനം സമാഹരിച്ചുവെന്നും ദുർവിനിയോഗം ചെയ്തു എന്നുമാണ് പാർട്ടി ശശിയെ കുറ്റപ്പെടുത്തിയിരുന്നത്. CPM നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കിൽ നിന്ന് 5.49 കോടി രൂപ വാങ്ങിയെടുത്തു. പലിശയോ ലാഭമോ കിട്ടാതായതോടെ ബാങ്കുകൾ കടക്കെണിയിലായി. നിരവധി സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പാണ് CPMന്റെ ഈ ഏകാധിപതിയായ നേതാവ് നിലംപരിശാക്കിയത്.